Next program to find the smallest of three numbers. നമ്മൾ ലാർജസ്റ്റ് ഓഫ് ത്രീ നമ്പേഴ്സ് പറഞ്ഞു. ഇനി അതേപോലെ തന്നെ അതിൽ മെയിനായിട്ട് ഡിഫറൻസ് വരിക നമ്മളെ കമ്പാരിസൺ ഓപ്പറേറ്റർ ചേഞ്ച് ആവും. നമ്മളവിടെ ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ നമ്പർ 2 ആൻഡ് നമ്പർ 3 ആണ് ചെക്ക് ചെയ്തത്. ഇവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ദാൻ ആണോ ചെക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ ഡിഫറൻസ്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, 3 നമ്പേഴ്സിനെ റീഡ് ചെയ്യണം. റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ഇൻപുട്ട് ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതാണ് ഇൻപുട്ടിൻ്റെ ആണ് ഗ്രീൻ ബ്രാക്കറ്റ്സ്. അതിനുള്ളിൽ നമുക്ക് എന്ത് ടെക്സ്റ്റാണോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് അത് നമ്മൾ കൊടുക്കുന്നു. എൻ്റെ ഫസ്റ്റ് നമ്പർ, ഇവിടെ എൻ്റെ സെക്കൻഡ് നമ്പർ, എൻ്റെ തേർഡ് നമ്പർ, 3 നമ്പേഴ്സ് വേണ്ടതുകൊണ്ട് 3 ഇൻപുട്ട് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ പ്രാവശ്യവും ഈ ഇൻപുട്ടിൽ നിന്ന് റീഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കും, ഈ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് കൊടുക്കാനുള്ള കാരണം നമുക്കതിനെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. ഇനി ഇൻറ്റിജർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഫ്ലോട്ട് വാല്യൂ പകരം എന്ത് കൊടുക്കാം, അവിടെ INT കൊടുക്കുക, അതായത് ഇൻറ്റിജർ ഫംഗ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഫ്ലോട്ടും ഇൻറ്റു എന്ന് പറഞ്ഞാൽ രണ്ടും ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് ഈ പേര് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു കീവേഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ നെയിം കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ ഫ്ലോട്ട് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ആണ് ഈ ബ്ലൂ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ്സിലും. ഇനി ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്തു, ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്തു, തന്നെ num1 എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതേപോലെ സെക്കൻഡ് റീഡ് ചെയ്ത് കൺവേർട്ട് ചെയ്തു, num2ലേക്ക് കോപ്പി ചെയ്തു. തേർഡ് റീഡ് ചെയ്ത് കൺവേർട്ട് ചെയ്തതിനെ num3ലേക്കും സേവ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാണ്. നമുക്കറിയാം സ്മോളസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, നമ്പർ 1 എടുത്തു. നമ്പർ 1 എടുത്ത് നമ്പർ 2-നേക്കാളും 3-യേക്കാളും അത് ചെറുതാണോ നോക്കി. ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, num1 ആണ് സ്മോളസ്റ്റ്. അതാണ് നമ്മളുടെ ഫസ്റ്റ് കേസ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഈഫ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈഫ് ഫോളോഡ് ബൈ എന്ത് കൊടുക്കുക, നമുക്ക് സം കണ്ടീഷനാണ് കൊടുക്കാൻ പറ്റുക. ഈഫ് ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ ദെൻ ഡു സംതിങ്. അപ്പോൾ ഈ പോർഷനാണ് നമ്മളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ കണ്ടീഷനുള്ളിൽ നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം, ഫസ്റ്റ് ഒരു പോർഷൻ ഉണ്ട്, സെക്കൻഡ് ഒരു പോർഷൻ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ആൻഡും ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് പോർഷൻ ഇസ് സെക്കൻഡ് കണ്ടീഷൻ. ഈ ആൻഡ് ഇസ് എ ലോജിക്കൽ ഓപ്പറേറ്റർ. ഈ ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ മീനിങ് ഈ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രം ഈ ഈഫിൻ്റെ എൻ്റയർ കണ്ടീഷൻ ട്രൂ ആവുള്ളൂ. ഇതിൽ ഒരെണ്ണം ഫോൾസ് ആയി കഴിഞ്ഞാൽ ഈ ഈഫ് കണ്ടീഷൻ ഫെയിൽ ആവും. അപ്പോൾ രണ്ടും ട്രൂ ആയാലും മാത്രമേ ഈഫ് കണ്ടീഷൻ വർക്ക് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്പർ 1 എടുത്ത് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 2 ആണോ നോക്കി. അതുപോലെ നമ്പർ 1 എടുത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 3 ആണോ നോക്കി. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വി കോൾ ദ പ്രിൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ പ്രിൻറ്റ് കഴിഞ്ഞു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഈ പ്രിൻറ്റിനുള്ളിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണോ അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത്, അതാണ് ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ദ സ്മോളസ്റ്റ് നമ്പർ ഈസ്. നെക്സ്റ്റ് ഈസ് കാണുന്നത് കോമയാണ്. ഈ കോമയുടെ മീനിങ് എന്താ, ഇതിനെ ഫോളോ ചെയ്ത് വരുന്ന വേറെന്തുകൊണ്ട് അതിൻ്റെ വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സോ കോമ കഴിഞ്ഞിട്ട് നമുക്കിവിടെ num1 ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വേരിയബിൾ. അപ്പോൾ ഈ വേരിയബിളിൻ്റെ വാല്യൂ, അതായത് സ്മോളസ്റ്റ് നമ്പർ ഈ കേസിൽ ഏതായിരിക്കും, നമ്പർ 1 ആയിരിക്കും. അവിടെ നമ്പർ 1ൻ്റെ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇനി ഈഫിൻ്റെ എൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കോളൻ സിമ്പൽ. ഇനി ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഈഫ് എൽസ് മാത്രം പോരാ, നമുക്ക് ഈഫ് എൽസീഫ് കൂടി യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ എൽസീഫിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ELIF. സോ ELIF കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ തന്നെ കണ്ടീഷൻ കൊടുത്തു. അടുത്ത സെക്കൻഡ് കണ്ടീഷൻ സെറ്റ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്പർ 1 2-നേക്കാളും 3-യേക്കാളും ചെറുതാണെന്നാണ് നോക്കി. താഴെ വന്നപ്പോൾ എന്തായി, നമ്പർ 2 എടുത്തിട്ട് അത് നമ്പർ 1-നേക്കാളും നമ്പർ 3-യേക്കാളും ചെറുതാണോ നോക്കി. അപ്പോൾ ഇവിടെയും ഈ ഫസ്റ്റ് കണ്ടീഷനും ഈ സെക്കൻഡ് കണ്ടീഷനും ഒന്നിച്ച് ട്രൂ ആയാലും മാത്രമേ നമുക്ക് നമ്പർ 2 ചെറുതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നടക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ ആൻഡ്. അപ്പോൾ ആൻഡിൻ്റെ മീനിങ് ഇതും ട്രൂ ആയിരിക്കണം, ഇതും ട്രൂ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ട്രൂ. അപ്പോൾ ഈ എൻ്റയർ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും ട്രൂ ആവണം. അതായത് നമ്പർ 2 എന്ന് പറയുന്നത് നമ്പർ 1-നേക്കാളും 3-യേക്കാളും ചെറുതാവുന്ന സിറ്റുവേഷൻ നമുക്ക് സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് പറയാം, നമ്പർ 2 ആണ്. അപ്പോൾ ഈ എൽസിഫ് കണ്ടീഷൻ ട്രൂ ആയാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ആർ പ്രിൻറ്റിങ്. ഇനി ഡബിൾ കോട്ട്സിനുള്ളിലുള്ള എന്തെങ്കിലും ദ സ്മോളസ്റ്റ് നമ്പർ ഈസ് അങ്ങനെ എഴുതി കാണിക്കും. ദെൻ ഫോളോഡ് ബൈ കോമ. കോമ കൊടുക്കുന്നത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന ഒരു വേരിയബിളിൻ്റെ പേരാണ്, അതുകൊണ്ടാണ് അവിടെ കോമ വന്നേക്കുന്നത്. അപ്പോൾ num2 എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ഈഫും എൽസീഫും കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇനി എൽസീഫ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. എത്ര എൽസീഫ് വേണമെങ്കിൽ നമുക്ക് ഈഫിനും എൽസിനും ഇടയ്ക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി അഡീഷണൽ കണ്ടീഷനൊന്നും വേണ്ട. ഈ കേസിലാണെങ്കിൽ num1 സ്മോളസ്റ്റ് ആയിരിക്കും, എൽസീഫ് ആണെങ്കിൽ num2 സ്മോളസ്റ്റ് ആയിരിക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ ഏതായിരിക്കും സ്മോളസ്റ്റ്, നമ്പർ 3 ആയിരിക്കും. സോ നമുക്ക് എൽസ് മാത്രമേ ആവശ്യമുള്ളൂ. സോ എൽസ് ഫോളോഡ് ബൈ കോളൻ. അതിനുള്ളിൽ എന്ത് കൊടുത്തു, പ്രിന്റ് ദ സ്മോളസ്റ്റ് നമ്പർ ഈസ് num3. നമുക്ക് റൺ ചെയ്ത് നോക്കാം. എൻ്റെ അത് ഫസ്റ്റ് നമ്പർ നമ്മൾ 23 കൊടുത്തു, എൻ്റെ അത് സെക്കൻഡ് നമ്പർ 56 കൊടുത്തു, തേർഡ് നമ്പർ 14 കൊടുത്തു. സ്മോളസ്റ്റ് നമ്പർ ഈസ് 14. അപ്പോൾ ഇവിടെ num1 അല്ല, num2 അല്ല, num3 ആണ്. അപ്പോൾ ഇവിടെ ഒന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യാം, എൽസിൽ വന്നിട്ടായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ കേസിൽ ഫസ്റ്റ് 23 56ഉം num1 num2. അപ്പോൾ 23 ലെസ് ദാൻ 56 ആണോ നോക്കി, ആണല്ലോ.
പക്ഷേ അടുത്ത കണ്ടീഷൻ എന്താണ്? 23 ലെസ് ദാൻ 14 ആണോ നോക്കി. അപ്പോൾ അവിടെ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ ഇത് ഫോൾസ് ആയി, പക്ഷേ ഇത് ട്രൂ ആണ്. അപ്പം ഈ ആൻഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതും ട്രൂ ആയിരിക്കണം. ഇത് ഫോൾസ് ആയതുകൊണ്ട് ഈ എൻ്റെ കണ്ടീഷൻ ഫെയിൽ ആയി. ഇനി താഴെ ഒന്ന് നോക്കി, num2 ലെസ് ദാൻ num1, അത് 56 ലെസ് ദാൻ 23 ആണോ നോക്കി. അപ്പോൾ അവിടെ തന്നെ എന്തായി? കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ അതുകൊണ്ട് ബാക്കി നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ദിസ് വിൽ ബി കംപ്ലീറ്റ്ലി ഫോൾസ്. അപ്പോൾ അതുകൊണ്ട് തേർഡ് കേസ് എൽസിൽ വന്നു. എൽസിൽ വന്നിട്ട് എന്ത് ചെയ്തു? പ്രിന്റ് ദ സ്മോളസ്റ്റ് നമ്പർ ഈസ് നമ്പർ 3. നെക്സ്റ്റ് ഈസ് ദ പ്രോഗ്രാം ടു ചെക്ക് ഇഫ് എ ഇയർ ഈസ് എ ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയേഴ്സ് ഉണ്ടാകുന്നത്. ഈ ലീപ്പ് ഇയറിൽ നമുക്കറിയാം ഫെബ്രുവരിയിൽ 29 ഡേയ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഇയർ തന്നിട്ട് അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏത് ഇയർ ആണോ അത് നമ്മൾ ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി അല്ല റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഫംഗ്ഷൻ ഉപയോഗിക്കും? നമ്മളുടെ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കും. സോ ഇൻപുട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു, അതിനുള്ളിൽ എന്ത് പറഞ്ഞു? ഇയർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. സോ എൻ്റർ എ ഇയർ. അപ്പോൾ ഈ ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞു സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യണം? നമുക്ക് വേണ്ട റിക്വയർഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഇയർ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഇൻറ്റിജർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? പുറത്ത് നമ്മളുടെ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ ഇൻ ഫംഗ്ഷനുള്ളിലേക്ക് എന്ത് കൊടുത്തു? ആർഗ്യുമെൻ്റ് ആയിട്ട് ഈ റീഡ് ചെയ്ത ഇയറിനെ കൊടുത്തു. അപ്പോൾ ഇൻപുട്ടിൻ്റെ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ലാസ്റ്റ് ക്ലോസ് ചെയ്തു, ബ്ലൂ 2. അപ്പോൾ റീഡ് ചെയ്ത ഇയറിനെ ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്ത് ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി ഈ പോർഷനിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഈഫും കാണും, ഒരു എൽസും കാണും. ഈഫ് കണ്ടീഷനിലാണ് നമ്മൾ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിലുള്ള ടേംസ് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവിസിബിൾ ആണ് ആ ഇയർ എങ്കിൽ നമുക്കെന്ത് പറയാം? അത് ഈ ലീപ്പ് ഇയർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു സെക്കൻഡ് പോർട്ടിൽ നമുക്ക് കാണുന്നത്. ഇയർ മോഡ് 4 ഈക്വൽ ടു 0. ഇയർ മോഡ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയറിനടുത്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടി. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? 4 കൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് അതിൻ്റെ മീനിങ്. 4 കൊണ്ട് ഡിവിസിബിൾ ആയാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ എന്തും കൂടി വേണം? 100 കൊണ്ട് ഡിവിസിബിൾ ആവാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ട് കണ്ടീഷൻ ട്രൂ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പോർഷൻ ട്രൂ ആവുള്ളൂ. സോ ഇയർ മോഡ് 100 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇയറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടരുത്. എന്ന് പറഞ്ഞാൽ 100 കൊണ്ട് ഡിവിസിബിൾ ആവരുത്. അപ്പോൾ 4 കൊണ്ട് ഡിവിസിബിൾ ആവുകയും 100 കൊണ്ട് ഡിവിസിബിൾ ആവാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനുകൾ ഒന്നിച്ച് ഉപയോഗിച്ചാൽ വി ക്യാൻ സേ ദാറ്റ് ദ ഇയർ ഈസ് എ ലീപ്പ് ഇയർ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതാ ഫസ്റ്റ് കണ്ടീഷൻ? നമ്മളുടെ ഇയറിനെ 400 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഇയർ ഈസ് എ ലീപ്പ് ഇയർ. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓറും ഉണ്ട് ആൻഡും ഉണ്ട്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ആൻഡ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ആൻഡ് ആണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഡിവിസിബിൾ ആവണം, 100 കൊണ്ട് ഡിവിസിബിൾ ആവാനും പാടില്ല. ഈ രണ്ട് കണ്ടീഷനും ഒന്നിച്ച് ട്രൂ ആവണം, എന്നാൽ നമുക്ക് ലീപ്പ് ഇയർ ആണെന്ന് പറയാം. 400 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് ലീപ്പ് ഇയർ ആണെന്ന് പറയാം. അപ്പോൾ എയ്തർ ദിസ് അല്ലെങ്കിൽ ദിസ്. ഒന്നുകിൽ ഈ കണ്ടീഷൻ ട്രൂ ആവുക അല്ലെങ്കിൽ ഈ എൻ്റയർ കണ്ടീഷൻ ട്രൂ ആവുക. അതാണ് ഈ ഓറിൻ്റെ മീനിങ്. ഒന്നുകിൽ ലെഫ്റ്റിലുള്ളത് അല്ലെങ്കിൽ റൈറ്റിലുള്ളത് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാലും നമുക്ക് ആ ഇയർ ലീപ്പ് ഇയർ ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നുകിൽ നമ്മൾ കിട്ടുന്ന ഇയറിനെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ നോക്കുക. അപ്പോൾ അവിടെ തന്നെ നമുക്ക് 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ നോക്കേണ്ട കാര്യമില്ല. ഇത് ട്രൂ ആണ്, ദിസ് പോർഷൻ ഈസ് ട്രൂ. ട്രൂ ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ലീപ്പ് ഇയർ. ഇനി നമ്മൾ 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ നമുക്ക് 0 കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് കണ്ടീഷനും കൂടി നോക്കണം. ഇത് രണ്ടും ട്രൂ ആയിട്ട് കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ലീപ്പ് ഇയർ. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രിന്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇയറിലെ വാല്യൂ ഏത് വർഷമാണോ അത് അവിടെ എഴുതി കാണിക്കും. കോമ ടു ഈസ് എ ലീപ്പ് ഇയർ. ഈ ടെക്സ്റ്റ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി ഈഫ് കണ്ടീഷൻ ഫെയിൽ ആയി കഴിഞ്ഞാലോ നമ്മുടെ എൽസിലെത്തി പ്രിന്റ് ദി ഇയർ ഈസ് നോട്ട് എ ലീപ്പ് ഇയർ. ഈഫിൻ്റെ എൽസിൻ്റെ എൻഡിൽ എന്തുണ്ട്? കോളൻ സിമ്പിൾ ഉണ്ട്. അതുപോലെ പ്രിന്റ് ഇയർ ഈസ് നോട്ട് എ ലീപ്പ് ഇയർ എന്നാണ് സെക്കൻഡ് കേസിൽ. ഫസ്റ്റ് കേസിൽ ഈസ് എ ലീപ്പ് ഇയർ. നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. 2024 2024 നമുക്ക് എന്താണ്? ഇറ്റ് ഈസ് എ ലീപ്പ് ഇയർ. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ 2024 ഈസ് എ ലീപ്പ് ഇയർ നമുക്ക് കിട്ടും. നമുക്ക് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. 2021 ഇറ്റ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. 2028 24 ലീപ്പ് ഇയർ ആയിരുന്നു. അപ്പോൾ 4 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും? ലീപ്പ് ഇയർ തന്നെ വരും. അതുകൊണ്ടാണ് 2028 ലീപ്പ് ഇയർ ആയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളതൊന്നും ലീപ്പ് ഇയേഴ്സ് ആയിരിക്കില്ല. അപ്പോൾ ഈ കണ്ടീഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഒന്നുകിൽ 400 കൊണ്ട് ഡിവിസിബിൾ ആവുക, അത് ഫസ്റ്റ് കണ്ടീഷൻ. ഓർ എന്താണ്? രണ്ട് കണ്ടീഷൻ ഒന്നിച്ച് വരണം. ദാറ്റ് ഈസ് 4 കൊണ്ട് ഡിവിസിബിൾ ആവുകയും വേണം, 100 കൊണ്ട് ഡിവിസിബിൾ ആവുകയും ചെയ്യരുത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ടു ചെക്ക് വവൽ ഓർ കൺസേൺ. അപ്പോൾ നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്തത്
എന്താണോ അതിനെ നമ്മൾ ഇൻറ്റിജർ അല്ലെ ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മളൊരു ക്യാരക്ടറിനെയാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെറ്റർ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നു? അത് വവലാണോ കൺസണൻ്റ് ആണോ എന്ന് നോക്കുക. നമുക്കറിയാം വവൽ എന്ന് പറഞ്ഞാൽ എ ഇ ഐ ഒ യു, ബാക്കിയുള്ള എല്ലാ ആൽഫബറ്റ്സിൽ എ ബി സി ഡി വരുന്നതിനെല്ല കൺസണൻസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്നു, ഒരു ക്യാരക്ടർ റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റർ എ ലെറ്റർ. റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ തന്നെ ഇൻപുട്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇൻറ്റോ ഫ്ലോട്ടോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ആ റീഡ് ചെയ്യുന്ന ക്യാരക്ടർ അങ്ങനെ തന്നെ കിട്ടിയാൽ മതി. അപ്പോൾ റീഡ് ചെയ്തു, ക്യാരക്ടർ എവിടെ കിട്ടി? സി എച്ചിലേക്ക് നമ്മൾ ആ റീഡ് ചെയ്ത ലെറ്റർ, ഇപ്പോൾ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി ഏതാണെന്ന് വെച്ചാൽ കൊടുത്തത് സി എച്ചിലേക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഈഫും കാണും, ഒരു എൽസും കാണും. ഇനി ഈഫിൻ്റെ അത് നമ്മൾ എന്താ നോക്കുന്നത്? ഈഫ് സി എച്ച് ഇൻ ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ഈ സി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊടുത്ത എന്താണോ ആ ക്യാരക്ടർ. അപ്പോൾ ബി എന്നാണ് കൊടുത്തെങ്കിൽ ഈഫ് ബി ഇൻ. അപ്പോൾ ഈ ഇന്നിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഇതിനെ ഫോളോ ചെയ്ത് കൊടുത്തിട്ടുള്ള എന്താണോ അതിനുള്ളിൽ ഈ കൊടുത്ത ക്യാരക്ടർ ഉണ്ടോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്നിൻ്റെ മീനിങ് ഈഫ് ദിസ് പെർട്ടിക്കുലർ ക്യാരക്ടർ ഈസ് ഇൻ ദിസ് സ്ട്രിങ്. ഏത് സ്ട്രിങ്? എ ഇ ഐ ഒ യു സ്മോളും ഉണ്ട് ക്യാപ്സും ഉണ്ട്. അപ്പോൾ ഈ കൊടുത്ത ക്യാരക്ടർ ഇതിനുള്ളിൽ പ്രസൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്ന് പറഞ്ഞ കീവേഡ് നമ്മളിവിടെ ഈഫിൻ്റെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? സി എച്ച് എന്ന് പറഞ്ഞാൽ വവലാണെന്ന് പറയാം. സോ പ്രിൻറ്റ് സി എച്ച്, ആദ്യം നമ്മൾ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്തു, എന്നിട്ട് ഈസ് എ വവൽ. ഇനി ഇതിൻ്റെ അകത്തില്ലെങ്കിലോ? നമ്മൾ എൽസിൽ പോയി കോളൻ ഇവിടെയുണ്ട് ശ്രദ്ധിച്ചോണം. പ്രിൻറ്റ് സി എച്ച് ഈസ് എ കൺസണൻറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഫസ്റ്റ് സി എച്ച് ലേക്ക്. നമ്മൾ നേരത്തെ കിട്ടിയ സമ്മിൻ്റെയും ലാർജസ്റ്റിൻ്റെയും ഒക്കെ റിസൾട്ട് എല്ലാത്തിലും ലാസ്റ്റാണ് നമ്മൾ കൊടുത്തിരുന്നത്. എവിടെ കൊടുക്കുന്നോ അത് നമുക്ക് കൊടുക്കുന്നതനുസരിച്ച് കോമ കൊടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ലാസ്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് കോമ ദാറ്റ് വേരിയബിളിനെ. ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ചു. ഫസ്റ്റ് നമുക്ക് ഏത് വേരിയബിളിലാണോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത് ആ വേരിയബിളിൻ്റെ പേര് കൊടുത്തു, ദെൻ കോമ ആൻഡ് നെക്സ്റ്റ് സ്ട്രിങ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓർഡറിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എൻ്റർ എ ലെറ്റർ ബി. ബി ഈസ് എ കൺസണൻറ്റ്. വിൽ ട്രൈ ഇറ്റ് വൺസ് മോർ. ഐ ഈസ് എ വവൽ. നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ ഏതാണോ അത് ഈ ഒരു സ്ട്രിങ്ങിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി സ്ട്രിങ്സ് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ കോട്ട്സിനുള്ളിൽ കൊടുത്താലും ഡബിൾ കോട്ട്സിന് കൊടുത്താലും ഒക്കെ അത് വാലിഡ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ സിംഗിൾ കോട്ട്സിലാണ് കൊടുത്തിരിക്കുന്നത് ഈ സ്ട്രിങ്ങിന്. അപ്പോൾ ഈഫ് ദിസ് പെർട്ടിക്കുലർ ക്യാരക്ടർ നമ്മൾ കൊടുത്ത ഏത് ക്യാരക്ടറാണോ അല്ലെങ്കിൽ ഏത് ലെറ്റർ ആണോ അത് ഈ ഒരു സ്ട്രിങ്ങിനുള്ളിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇന്ന് പറഞ്ഞ ഒരു കീവേഡ് നമ്മൾ ഈഫിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇറ്റ് പ്രിൻറ്റ്സ് ഇറ്റ് ഈസ് എ വവൽ, എൽസ് പ്രിൻറ്റ്സ് ഇറ്റ് ഈസ് എ കൺസണൻറ്റ്.